എടാ വണ്ടിക്ക് കുറച്ച് നാളായിട്ട് മൈലേജ് കിട്ടുന്നില്ല. ഞാൻ രാജകുമാരി പമ്പിൽ പോയി പെട്രോൾ അടിച്ചിട്ട് വരാം. അത് നീ എവിടെ പോയി അടിച്ചാലും മൈലേജ് കിട്ടാൻ പോകുന്നില്ല. ഇന്ത്യ മൊത്തം E20 പെട്രോൾ അല്ലേ. എടാ E20 പെട്രോൾ ഒഴിക്കുന്നത് വണ്ടിക്ക് നല്ലതല്ലേ? പിന്നെ നല്ലതല്ലേ. E20 പെട്രോൾ അടിച്ചു കഴിഞ്ഞാലേ ടാങ്ക് തുരുമ്പിക്കും, ഓസ് ദ്രവിക്കും, എഞ്ചിൻ മൊത്തം കംപ്ലൈന്റ് ആവും. പിന്നെ എല്ലാം പുതിയ സാധനം മേടിച്ചു വെക്കാലോ, നല്ലതാ. അല്ലടാ, അപ്പൊ എല്ലാ വണ്ടിക്കും അങ്ങനെയാണ്? എല്ലാ വണ്ടിക്കൊന്നും ഇല്ലടാ, 2015 മുമ്പുള്ള പെട്രോൾ വണ്ടിക്ക് മാത്രം. ഓ, അപ്പൊ പാവപ്പെട്ടവനുള്ള പണിയാ. ഈ പെട്രോൾ അടിച്ചാൽ പൊല്യൂഷൻ കുറയുന്നല്ലേ പറയുന്നത്? അല്ലടാ, ആ ഇതിന്റെ അകത്ത് എന്തോ ഈ എഥനോൾ എന്തോ അല്ലേ ഉപയോഗിക്കുന്നേ? അതിന് പൊല്യൂഷൻ കുറവല്ലേ? ഓ പിന്നെ പൊല്യൂഷൻ കുറവ്. എടാ ഈ എഥനോൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ, നമ്മുടെ ഈ ചാരായം വാറ്റുന്ന പോലത്തെ ഒരു പ്രോസസ്സാണ്. ഈ കൽക്കരിയും വിറകും എല്ലാം കൂടി കത്തിച്ചോണ്ട് അപ്പോൾ ഉണ്ടാകുന്ന പൊല്യൂഷനോ. എടാ ഈ എഥനോളിന് പെട്രോളിനേക്കാളും വില കുറവല്ലേ? ആ അതെടാ, 1 ലിറ്റർ പെട്രോൾ അടിച്ചാൽ 20% എത്തനോളാ. അല്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ പെട്രോളിന്റെ വില കുറയണ്ടേ? അത് കുറഞ്ഞില്ലല്ലോ. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ലല്ലോ. ഇതൊക്കെ നേരത്തെ അറിയാവുന്നോണ്ടല്ലേ മക്കളെ ഞാൻ ഡീസൽ വണ്ടി എടുത്തത്. ഡീസൽ വണ്ടിയുടെ കാര്യം 2030 കൂടി തീരുമാനമായിക്കോളും. അല്ലേലും ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ലല്ലോ. അല്ലേ അല്ലേ അല്ലേ?